രേഖ, ആ കാറിന്റെ താക്കോൽ എന്താ? എന്തിനാ ചേച്ചി? എനിക്കിത് ഡോക്ടറിന്റെ അടുത്ത് പോണം. എന്ത്? ജസ്റ്റ് ഫോർ എ ചെക്കപ്പ്. വല്ലാത്തൊരു തളർച്ച. വേറൊന്നുമില്ല. എന്നാ ഞാൻ കൂടെ വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ചേച്ചി, ഞാനും വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വരാൻ തുടങ്ങിയ കിണിങ്ങിക്കൊണ്ട് ബിജുവും വരും. പോകുന്നിടത്തൊക്കെ അവനെ വലിച്ചു കെട്ടിക്കൊണ്ടുപോവാൻ എനിക്കിഷ്ടമല്ല. നീ ആ താക്കോലിഞ്ഞെടുക്ക്. ആ ജെട്ടിയിൽ ബോട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ക്ഷീണിച്ചിരിക്കുന്നത്. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ വേണ്ട മോളെ. ചേച്ചിക്കാണ് ഇപ്പൊ ക്ഷീണം. ആ, ശരീരത്തിന് സുഖം ഉണ്ടാവണമെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം. പറയുമ്പം ചേച്ചിക്ക് ശുണ്ഠിയാവും. എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര വേണ്ട താഴ്ന്നു കൊടുക്കുക? ഭൂമിയോടും ക്ഷമിക്കാം. പക്ഷേ പിന്നെയും ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയ ഉള്ളിൽ കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിയിട്ടുള്ളൂ. ഒടുവിലൊപ്പത്തിന് നിന്ന് ധിക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞു വീണത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് മാത്രമേ അറിയാവൂ. മോള് പോയി കിടന്നോളൂ. ഡോക്ടറെ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ വല്ലാണ്ട് തോന്നി. എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ. ചേച്ചിയുടെ നേച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു. പക്ഷേ രേഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഷീ നെവർ ടോൾഡ് മീ. അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചു പറയുമായിരുന്നു. ഹർ കണ്ടീഷൻ ഈസ് സോ സീരിയസ്. ഇത് ഇത്രയും നാൾ നിങ്ങളെപ്പോലും അറിയിക്കാണ്ട് എ പെക്യൂലിയർ ടൈപ്പ് ഓഫ് വുമൺ. വെരി സ്ട്രേഞ്ച്, റിയലി സ്ട്രേഞ്ച്. നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് വുഡ് ബി ഡൺ. ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അദ്ദേഹം സ്ഥലത്തില്ല. ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ്. ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. റേദർ എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എപ്പോ വേണമെങ്കിലും എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഐ സജസ്റ്റ് യു ബെറ്റർ പുട്ട് ഹർ ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജിലായ കൊള്ളാം. ഞാനൊരു ആംബുലൻസ് വിളിക്കാം. ഡോക്ടർ തോമസ് ആംബുലൻസ് അയച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? ചേച്ചി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ചെക്ക് പ്ലീസ്. ചേച്ചി, ബിജു എന്റെ കുട്ടിക്ക് ആരെല്ലാണ്ടായാൽ അവനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കരുത് മോളെ. ഞാനില്ല ചേച്ചി. ഡോണ്ട് സ്ട്രെയിൻ യുവർസെൽഫ്. ശാരദ, റിലാക്സ്. സംസാരിക്കാതിരിക്കൂ. ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് ഞാൻ ഒരിക്കലും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് സ്നേഹം ഇടക്കിക്കൊണ്ട് പിണങ്ങിയും തല്ലിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് തന്നെ
ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എരിഞ്ഞു തീരുന്നു എനിക്കറിയാം. സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൻ സങ്കടപ്പെടില്ലേ? അവനൊരിക്കലും സങ്കടപ്പെടരുത്. അമ്മയെ വെറുത്തോട്ടെ, എന്നാലും ചേച്ചി മോനെ എന്റെ കയ്യിലെന്താ? എന്താ ബിജു പറ. ആന്റി പറ. ആന്റിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ. ചോക്ലേറ്റ് അല്ല. പിന്നെ ദേ, എവിടെ? ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ബിജു ആയിരുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. അതിനെന്താ, നമ്മളുണ്ടല്ലോ അവന്. വി വിൽ മേക്ക് ഹിം ബിഗ്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമുക്ക് അവന് കൊടുക്കാം. ബോർഡിങ്ങിലാക്കിയാൽ അവിടുത്തെ ഡിസിപ്ലിനിൽ അവൻ മിടുക്കനായി വളരും. അവൻ കൂടി ഇല്ലാണ്ടായാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും. ഡോണ്ട് ബി സില്ലി. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ സെന്റിമെന്റിലാകരുത്. ബിജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവനെ ബോർഡിങ്ങിലാക്കാമെന്ന് വെക്കുന്നത്. ഇറ്റ് ഇസ് ഫോർ ഹിസ് ഫ്യൂച്ചർ. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. കം ഓൺ. വാട്ട് ഡു യു സേ, യങ് മാൻ? അവിടെ കളിക്കാൻ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ? പിന്നെ യു ആർ ഗോയിങ് ടു ബിക്കം ദി ബിഗ് മാൻ ഇൻ ദി വേൾഡ്.